അസ്സലാമലൈക്കും. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും മീൻകറി മുളകിട്ട് വെക്കാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലേ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി മീൻകറി ഉണ്ടാക്കാനുള്ള ഒരു മസാല വീട്ടിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. നമ്മളെല്ലാവരും മിക്കപ്പോഴും മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന മസാലപ്പൊടിയാണ് ചേർക്കാറുള്ളത്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ അത് വെച്ചിട്ട് ഞാനൊരു മീൻകറിയും തയ്യാറാക്കുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ മാർക്കറ്റിൽ നിന്നല്ലേ ഫിഷ് മസാല വാങ്ങിക്കുന്നത്. ഞാൻ സഹിതം മാർക്കറ്റിൽ നിന്നാണ് ഫിഷ് മസാല വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ അങ്ങനെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഫിഷ് മസാലയ്ക്കകത്ത് അത് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും കെമിക്കലുകളൊക്കെ ചേർത്തിട്ടുണ്ട്. അതൊരുപാട് കണ്ടുപിടിച്ചിട്ടുള്ളതാണ്, പത്രങ്ങളിൽ വന്നിട്ടുള്ളതാണ്. എന്നാലും നമ്മളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ച് കാലമായിട്ട് ഞാൻ തന്നെ വീട്ടിൽ തയ്യാറാക്കി വെക്കുന്ന നമ്മളുടെ ഫിഷ് മസാലയാണ് ഉപയോഗിക്കുന്നത്. അപ്പം അതിന് വേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കാണിച്ചു തരുന്നത്. നമുക്ക് അത് വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരപ്പെടും. കാരണം നമ്മളിപ്പോൾ ഒരു മീൻ കറി വെക്കണേ ഇത്രയും കുപ്പികളും എടുത്ത് മാറ്റി വെച്ച് കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഈ ഒരു പാത്രത്തിലായിട്ട് വെക്കുന്നെങ്കിൽ ആ പാത്രങ്ങളിൽ നിന്ന് കുറേശ്ശെ എടുത്തൊക്കെ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഒരെണ്ണം എടുത്ത് രണ്ടെണ്ണം എല്ലാം അടുത്തെടുക്കുക വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പോലും ഇതെല്ലാം തുറക്കാനും എടുക്കാനും ഒക്കെ പാടില്ല. ഇതൊന്നും വേണ്ട. നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫിഷ് മസാല നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാം. അപ്പം നമുക്ക് ഇതിനായിട്ട് പാണ്ടിമുളകെന്ന് പറയും, നല്ല എരിവുള്ള മുളക് അത് വേണം. ചരടൻ മുളക്, അതായത് കാശ്മീരി ചില്ലി ഉണ്ടല്ലോ, അത് വേണം. മല്ലിപ്പൊടി വേണം, കായപ്പൊടി വേണം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി. ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാം കൂടെ ഒന്നിച്ച് വറുത്ത് ഒരു പാത്രത്തിലിട്ട് വെച്ചാൽ നമുക്ക് മീൻ കറിക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. പല കുപ്പികൾ നമ്മൾ തുറക്കുകയോ അത്രയും സമയം നമുക്ക് മെനക്കെടണ്ട. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് പിന്നെ നമ്മൾ സാധാ കാശ്മീരി മുളക് പൊടി ഉണ്ടല്ലോ, നമ്മുടെ ചരടൻ മുളക്, ആ പൊടിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ എത്രയാണോ ചരടൻ മുളകിൻ്റെ പൊടി എടുക്കുന്നത് അതിൻ്റെ പകുതിയെ നമ്മൾ പിന്നെ ഇത് പാണ്ടിമുളകെന്ന് പറയും. ഇച്ചിരി എരിവുള്ള മുളകാണ്. നമ്മൾ മീൻ കറിക്കൊക്കെ ഇച്ചിരി എരിവ് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കോ. ഞാനിവിടെ ഒരു 4 സ്പൂണ്, കുറച്ച് കാണിച്ചു തരുവാ കേട്ടോ. 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഞാൻ അങ്ങോട്ട് എടുക്കുന്നുണ്ടേ. കണ്ടോ? ഈ 4ന് നമ്മൾ 2 സ്പൂണ് പിന്നെ പാണ്ടിമുളക് എന്ന് പറയുമ്പോൾ ഭയങ്കര എരിവാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ പകുതി എടുത്തത് കേട്ടോ. കണ്ടോ? നിങ്ങൾക്ക് എരിവ് അധികം ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ പാണ്ടിമുളക് ഒഴിവാക്കാം. അപ്പോഴും നമ്മൾ 2 സ്പൂണ് മുളക് പൊടിക്ക് 1 സ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 സ്പൂണ് പാണ്ടിമുളക്, അങ്ങനെയാണ്. അതായത് 2:1. മല്ലിപ്പൊടിയും ഞാനിപ്പോൾ ഇവിടെ 2ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് അളവ് കൂട്ടിയെടുത്ത് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കാണിച്ചു തരുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഒന്നോ നമ്മൾ എടുക്കുന്ന പൊടിക്ക് അനുസരിച്ച്, ഞാനിപ്പോൾ ഇവിടെ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഒരു 1.5 സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നമുക്ക് 1 സ്പൂണ് നിറച്ച് പെരിഞ്ജീരകപ്പൊടിയാണ് വേണ്ടത് കേട്ടോ. പിന്നെ നമുക്ക് 1.5 സ്പൂണ്, അത് ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ്. നമ്മൾ പെരിഞ്ജീരകപ്പൊടി എടുക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി അളവിലാണ് നമ്മൾ പിന്നെ കുരുമുളക് പൊടി എടുക്കുന്നത് കേട്ടോ. കുരുമുളക് പൊടിയൊക്കെ നമുക്ക് ഏറെ ചേർത്തെങ്കിൽ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 സ്പൂൺ ഉലുവാപ്പൊടി, 1/2 സ്പൂണ് കായപ്പൊടി. അത് നമ്മൾ കട്ടക്കായമാണെങ്കിൽ ഒന്ന് എണ്ണയ്ക്കകത്ത് വറുത്ത് പൊടിച്ചതിൻ്റെ അകത്ത് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇത്രയും സാധനങ്ങൾ. അപ്പം ഞാനിത് വറുക്കുന്ന സമയത്തേ ചേർക്കുന്നുള്ളൂ, നമ്മുടെ ഉലുവാപ്പൊടിയും കായപ്പൊടിയും. അപ്പം ഇത്രയും സംഭവങ്ങളെല്ലാം കൂടി ഒന്നിച്ച് നമ്മളൊന്ന് വറുത്തെടുക്കാൻ പോകണം. എണ്ണയൊന്നും ഒഴിക്കാതെ ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ കറി വെക്കാനായിട്ട് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം വഴറ്റിയിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 2-3 സ്പൂൺ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ളത് മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഓക്കെ, നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇനി കായപ്പൊടിയും ഉലുവാപ്പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ.
അപ്പോൾ ഇതാ നമ്മളത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ തീ കുറച്ചിട്ടേ ഇത് ചെയ്യാവൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ 2 സ്പൂൺ മുളക് പൊടിക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, അതാണ് അതിൻ്റെ കണക്ക്. പിന്നെ നമ്മൾ പാണ്ടിമുളക്, അതായത് എരിവുള്ള മുളക് ചേർക്കുവാണെങ്കിൽ അതും 1 സ്പൂൺ. അപ്പോൾ 2:1 അതിൻ്റെ കണക്ക്. അപ്പം നിങ്ങൾക്ക് ഈ പിരിയമുളക്, അതായത് കാശ്മീരി ചില്ലി മാത്രം മതിയെങ്കിൽ അത് മാത്രമായിട്ടും ചേർക്കാവുന്നതാണ് കേട്ടോ. കുറച്ച് കൂടുതൽ നമ്മൾ ഇതുപോലെ വറുത്ത് വെക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം. നമ്മളിത് പതിയെ തേച്ച് ഒരറ്റത്തുനിന്ന് പതുക്കെ പ്രസ് ചെയ്ത് ഈ പൊടി അങ്ങോട്ട് തേച്ച് വറുക്കുന്ന ആ ഒരു നല്ല മണം വരും. അപ്പോൾ നമ്മൾ അടുപ്പ് ഓഫാക്കിയിട്ട് ഇതിൽ നിന്നും പാത്രത്തിലേക്ക് മാറ്റണം. പക്ഷേ ഞാൻ നല്ലതുപോലെ അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് ഈ പാത്രത്തിൽ തന്നെ കുറച്ച് സമയം വെക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ചട്ടിക്കകത്തുനിന്ന് അപ്പോഴേ വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റണം കേട്ടോ. നല്ല മണമാണ് ഇത് മൂത്ത് വരുമ്പോൾ. നമ്മൾ ക്ഷമയോടുകൂടി നിന്ന് ഇത് വറുത്ത് കരിയാതെ എടുക്കേണ്ടതാണ് കേട്ടോ. ഇത് വെച്ചിട്ട് ഞാനൊരു മീൻ കറിയും കൂടി വെച്ച് കാണിക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മൂത്ത് വരുമ്പോൾ നമ്മൾ തക്കാളിയും കൂടെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ടല്ലോ. ഞാനേ ഒരു ചെറിയ സവോള ഒന്ന് കുത്തിയരിച്ചതാണ്. അതാ പെട്ടെന്നൊക്കെ മൂത്തത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്നറിഞ്ഞോ, നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്നില്ലേ, ഈ എല്ലാ സംഭവങ്ങളും കൂടി വറുത്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇനി ഇതിലൊന്നും നമ്മൾ ചേർക്കണ്ട. മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി 2 സൈസ്, അതായത് പാണ്ടി എരിവുള്ള മുളകും കാശ്മീരി ചില്ലി 2 മിക്സാണ്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് എത്ര മീനിനനുസരിച്ചിട്ടുള്ള കായപ്പൊടി സഹിതമുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഇത്രയും മതി. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിഞ്ഞോ, ഒന്ന് മൂപ്പിക്കുകയൊന്നും വേണ്ട. ഒന്ന് ചുമ്മാതെ അതിലോട്ടിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിന് വെള്ളം കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട്, നമുക്ക് തക്കാളി ഒന്നും മെൽറ്റായി വരണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് പെട്ടെന്ന് 1000 കുപ്പികളെടുത്ത് വെച്ചിട്ട് ഇതെടുത്ത് ഒന്നും വേണ്ട. ഇതൊക്കെ റെഡിയാക്കി അങ്ങോട്ട് ഇതൊന്ന് നമ്മുടെ തക്കാളി കൂടി ഒന്ന് മെൽറ്റായി കഴിഞ്ഞ് കുറച്ച് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഉപ്പും പുളിയും ഇട്ട് നമ്മുടെ മീനും അങ്ങ് പെറുക്കിയിട്ട് കൊടുത്ത് നമ്മുടെ കറി റെഡി. ഈ പൊടികൾ പലയിടത്ത് പോയി നടന്നൊന്നും പെറുക്കണ്ട. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കറി വെച്ചാൽ കേട്ടോ. അപ്പോൾ എളുപ്പമാണ്, നമ്മുടെ ജോലി പെട്ടെന്ന് തീരും. എന്നിട്ട് ഞാൻ ബാക്കി ഇനി ഒരു കുപ്പിക്കകത്തോട്ടിട്ട് മാറ്റി വയ്ക്കുകയാണ്. നമ്മുടെ മീൻ കറിക്ക് മാത്രം ഇതെടുക്കും, കാരണം എല്ലാ ചേരുവകളും ഇതിനകത്തുള്ളത് കൊണ്ട്. ബാക്കിയുള്ള പരിപാടിക്കൊക്കെ നമ്മൾ മുളക് പൊടി സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അല്ലാതുള്ള എല്ലാ ഉപയോഗങ്ങൾക്കും ഇതിലെ മുളക് പൊടിയാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഞാനിത് കഴുകി ഉണക്കി കൊണ്ട് വെച്ചിരിക്കുക. ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഇപ്പോൾ വറുത്തെടുത്ത പൊടി അങ്ങ് ഇട്ട് കൊടുക്കും. അപ്പം മീൻകറിക്ക് ഇതെടുക്കാം, അല്ലാതുള്ള എല്ലാ സംഭവങ്ങൾക്കും ഇതെടുക്കുകയും ചെയ്യാം. നമ്മുടെ മസാല നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഉണങ്ങി കഴുകി ഒക്കെ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയ ഒരു കുപ്പിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഇതങ്ങ് എടുത്ത് വെക്കുകയാണ്. പിന്നെ നമുക്ക് മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇത് മാത്രം അങ്ങോട്ട് എടുത്താൽ മതി. ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് വഴറ്റിയിട്ട് ഈ പൊടി അങ്ങോട്ട് ഇടുക, വെള്ളം ഒഴിക്കുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഉള്ളി, പിന്നെ നമ്മുടെ ഈ ആവശ്യത്തിനുള്ള പൊടി മിക്സിയിലേക്ക് ഇട്ടിട്ട് ചെറിയ ഉള്ളിയും കൂട്ടി നന്നായിട്ട് അരച്ചെടുത്തിട്ടും കറി വയ്ക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ജോലി തീരും. മുളക് പൊടി ഇവിടെ മല്ലിപ്പൊടി എല്ലാം എടുത്ത് വെച്ചിട്ട് ചെയ്യണ്ട. ഞാനും മിക്കപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്. തിരക്ക് ഉള്ളത് കൊണ്ടാണ് എങ്ങനെയെങ്കിലുമൊക്കെ ആക്കുന്നത്. പക്ഷേ എന്നാലും നമുക്ക് എളുപ്പം ഇതാണ്. ഞാൻ അത് വെച്ചിട്ട് നമ്മുടെ കറി വെച്ചത് കണ്ടോ, അടിപൊളിയായിട്ട് മീൻ കറി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ വറുത്ത് അരച്ച അതേ ഇത് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നല്ല ടേസ്റ്റുമാണ് മീൻ കറി. ഇവിടെ എന്താ പറയുന്നത്, കണ്ണനയില എന്ന് പറയും, ആ സംഭവമാണിത്. ആ പൊടി ഇട്ടിട്ട് ഞാൻ കറി വെച്ചതാണേ. ഞാനുണ്ടാക്കുന്ന മീൻകറി ഭയങ്കര ടേസ്റ്റാണെന്ന് എല്ലാവരും പറയും. ഈ പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എല്ലാവരും ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെയാണ്. നല്ല കളറുമാണ്. നമ്മുടെ കാശ്മീരി ചില്ലിയുടെ കളറുമുണ്ട്, പാണ്ടിമുളകിൻ്റെ എരിവുണ്ട്, കുരുമുളകിൻ്റെ എരിവുണ്ട്, കായപ്പൊടിയും എല്ലാം കൂടെ ചേർന്നപ്പോൾ ഉള്ള, അതായത് ഉലുവാപ്പൊടി, കായപ്പൊടി, പെരിഞ്ജീരകപ്പൊടി എല്ലാം കൂടെ ചേരുമ്പോൾ തന്നെ നമ്മുടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് റെഡിയാക്കി വെച്ചാൽ നമുക്ക് എളുപ്പം കറി വയ്ക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ മക്കളെ. അപ്പോൾ നല്ല അടിപൊളി ഫിഷ് മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും പെരിഞ്ജീരകപ്പൊടിയും കായപ്പൊടിയും ഒന്നും മീൻകറിക്ക് ചേർത്തിട്ട് ഉപയോഗിച്ചിട്ടില്ലാത്തവർ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ, അടിപൊളിയാണ്. നമ്മുടെ വീഡിയോ ഇവിടെ തിരികെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.